മഞ്ഞളും ഒക്കെ തേച്ച് പാട്ടൊക്കെ കേട്ടങ്ങ് നിന്നോടി. ഇന്ന് വീട് വെഞ്ചിരിപ്പാ. എന്റെ മോനങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അതിന്റെ വല്ല വിചാരം നിനക്ക് കൊണ്ടോടി? ഞങ്ങള് ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ ഇത്തിരി സൗന്ദര്യം വരാൻ മഞ്ഞള് തേക്കുന്നത് നല്ലതാ. മഞ്ഞള് മാത്രം ആക്കണ്ട, കുറച്ച് മല്ലിപ്പൊടിയും സ്വല്പം കറി മസാലയും കൂടെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് നീ ആ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് വീട്. മുക്കി കോരിയും എടുക്കാം. ദേ എന്റെ വായിലിരിക്കുന്ന രാവിലെ അങ്ങോട്ട് കേക്കരുത് കേട്ടോ. എടി, നിന്റെയൊക്കെ ഈ കൂറ സ്വഭാവം കൊണ്ടാ എന്റെ മോൻ 4 വർഷമായിട്ട് ഇങ്ങോട്ട് ഒരു അവധിക്ക് പോലും വരാത്തത്. ദേ തള്ളേ, കൂടുതൽ തിളക്കല്ലേ. ആരാടി നിന്റെ തള്ള? നിങ്ങളുടെ നാക്ക് ഞാൻ പിഴുതെടുക്കും. എന്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ല. എന്റെ സ്വഭാവം നിങ്ങളും കണ്ടിട്ടില്ല. കൊറേ കാലമായി ഞാൻ ഓങ്ങി വെച്ചേക്കുവാ നിനക്കിട്ട്. പിന്നെ നിങ്ങളോ അലത്തും. എടി, നിന്നെ ഞാൻ ഓ, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി, നല്ലൊരു ആഘോഷ ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ രണ്ടുപേരും. പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഗീവർഗീസേ. ഇന്നിവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക. ഈ വീടിന്റെ വെഞ്ചരിപ്പ്. അതിന്റെ ഒരുക്കം എന്തേലും നടത്തണോ അതോ ഈ കളവിക്ക് എന്റെ മെക്കിട്ട് കയറാൻ വരണോ? പ്രായമുള്ള കളവിയല്ലേ, വിട്ടുകള. ആരടാ പ്രായമായത്? ഇവൻ ഏതാടി? ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഗീവർഗീസ്. ഗീവർഗീസോ? ഗീവർഗീസ്. നിന്റെ വീട് എവിടാ? അരുവിത്തറ. കുന്തവും കുതിരയും ഒന്നും ഇല്ലേടാ? അയ്യോ, ആ ഗീവർഗീസ് അല്ല. നമ്മുടെ അയലോക്കത്ത് കഴിഞ്ഞ ആഴ്ച തൊട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഗീവർഗീസ്. ഈ വീട്ടിൽ ഇവനെ ഉള്ളൂ ഒരു കൈസഹായത്തിന്. അവനോടെങ്കിൽ ഇത്തിരി മനുഷ്യപ്പറ്റോടെ പെരുമാറ്. ചേച്ചി, പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ആൾക്കാരൊക്കെ വരുമ്പോ വെറും നിലതിരുത്തിയാണോ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നേ. അയ്യോ പായൊന്നും വേണ്ടേ? എന്നോടാണോ ചോദിക്കുന്നത് പാ വേണ്ടേന്ന്? എടാ, അവക്ക് വിവരമില്ലടാ. പായിടണം, തിരികത്തിക്കണം, ഇതൊന്നും അവക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യ, ഒരു പാ ഞാൻ തരാം. പക്ഷെ ഞാൻ കിടക്കുന്ന പായ അതുപോലെ എന്റെ കൈ തിരിച്ചു തരണം. പറഞ്ഞേക്കാം. ദേ, അമ്മായിമ്മയാണെങ്കിലും സ്നേഹമുണ്ട് ചേച്ചിയോട്, കണ്ടില്ലേ? ഇത് സ്നേഹം കൊണ്ടൊന്നും അല്ലടാ, നീ നോക്കിക്കോ. അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. അതേ കൊണ്ടുവരുന്നു. ഇന്നാ കഴിഞ്ഞ ഉടനെ ഇങ്ങ് തരണം കേട്ടോ. അപ്പൊ ചേച്ചി ഇവിടെ വിരിക്കണോ അതോ അപ്പുറത്ത് വിരിക്കണോ? എടാ, അവക്ക് അതിനുള്ള വകതിരിവൊന്നും ഇല്ലടാ. നീ എവിടേലും വിരിയടാ, ഇങ്ങോട്ട് വിരി. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇടാം. അവിടെ ഇട്. അപ്പൊ വരുന്നവരെയൊക്കെ നമുക്ക് ഈ പായലിരുത്താം. അച്ഛനും കപ്പ്യാർക്കും കസേര കൊടുക്കാം. മനസ്സിലായില്ലേ? അമ്മച്ചിയേ, എന്നാടാ ഇത് പായോ അതോ കട്ടളപ്പടിയോ? എന്നാ നിനക്ക് പിടിച്ചില്ലേ? നിങ്ങളെ ഒരു നിന്റെ പാകളയല്ലോ. എടാ ഗീവർഗീസൻ, നിന്നെ ഞാൻ അരുവിത്തറ വിടും കേട്ടോ. ഞാൻ കിടന്നുറങ്ങുന്ന പായ. ആ കിളവിയോട് പോകാൻ പറ. എടാ ഗീവർഗീസേ, ഞാൻ അങ്ങനെ അധികം പേരൊന്നും വിളിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ബൈജു വരും, ജെയ്മോൻ വരും, പിന്നെ ഷെജി, ആഷ്ലി, എൽറിഡ്, പിൻഡോ, അങ്ങനെ കുറച്ചു പേരെയൊക്കെ വിളിച്ചിട്ടുള്ളൂ. കണ്ടോ ഗുണ്ടകളെ വിളിച്ചു വരുത്തുവാ എനിക്കിട്ട് പണി തരാൻ വേണ്ടി. ഈ കളവി എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ അതല്ല, അവര് വരുമ്പോഴേ അവർക്കൊരു ഊണ് കൊടുക്കണ്ടേടാ. ചേച്ചി, എത്ര മണിക്കാ വഞ്ചരിപ്പ്? 11 മണിക്ക്. അയ്യോ, ഈ 11 മണിയൊക്കെ ഒരു രണ്ടും കെട്ട സമയമാ. തന്നെ? ഊണ് വേണ്ട, ചായയും ബിസ്ക്കറ്റും മതി. ചായയും ബിസ്ക്കറ്റും മതി. അയ്യോ, അങ്ങ് ഉറപ്പിച്ച് ചായയും ബിസ്ക്കണേട്ടും പോതല്ലേ എവിടുന്ന്. ചേച്ചി, വേറൊരു കാര്യം ചോദിക്കട്ടെ. ചന്തേന്ന് പാല് വല്ലതും മേടിക്കണോ? ചന്തേന്ന് പാല് മേടിക്കണം. ഇവിടെ ഇങ്ങനെ ഓർത്തോണ്ട് നിന്നോ. ചന്തേന്ന് വേറെ കുറെ സാധനങ്ങളും മേടിക്കാനുണ്ട്. എടാ, പിന്നെ എനിക്ക് 10 രൂപയ്ക്ക് മുറുക്കാനും മേടിച്ചു. അയ്യടാ, മുറുക്കാൻ. ഇവിടെ മുറുക്കാനൊന്നും മേടിക്കണ്ട. അവിടെ പോക്ക് കണ്ടോ? എടി അല്ലടാ, അപ്പൊ എനിക്കൊന്നും ഇല്ലേടാ. അയ്യോ, അമ്മയ്ക്കും ഉണ്ട്. അമ്മയ്ക്കൊരു വെള്ള കിരീടവും ഒരു ടീന് പൗഡറും പിന്നെ തലയ്ക്ക് വെക്കാൻ ഒരു വലിയ മെഴുകുതിരി. അതെന്നാത്തിനാ? മേളിൽ തിരക്ക് നടക്കുക. അടുത്ത കർക്കിടകത്തിൽ അങ്ങ് എടുക്കും. കിട്ടവനെ. എല്ലാം റെഡിയായോ എന്തോ. ഇങ്ങോട്ട് സ്ഥലം മാറി വന്ന പുതിയ വികാരിയച്ഛനാണല്ലോ എന്ന് വെഞ്ചരിക്കാൻ വരുന്നത്. അച്ഛനെ ശരിക്കൊന്ന് പരിചയപ്പെടണം. എടി അന്നമ്മേ, അച്ഛൻ നേരത്തെ ഇങ്ങ് എത്തിയെന്ന് തോന്നടി. അച്ഛനോ? ഇതോ? താൻ ആരുവാ? ഹബീബേ, അമ്മച്ചി, ഞാന് ധൻപാൽ, അമ്മച്ചിയുടെ മോളിലെ കുട്ടപ്പായുടെ ബ്രണ്ട. അങ്ങ് ദുബായിന്ന് വന്നതാ.
ധനപാല ചേട്ടായി വല്ലതും തന്നു വിട്ടായിരുന്നോ? എടി ഒരു മര്യാദയൊക്കെ വേണ്ടേടി. ഇതൊക്കെ ആദ്യം കേറിങ്ങ് ചോദിക്കാവോ? എടാ മോനെ, ആ പൊതിയെ എനിക്ക് തന്നാ മതി. അതെ, ഞാൻ പെട്ടെന്നങ്ങ് പോന്നത് കൊണ്ടേ കൂട്ടപ്പായി ഒന്നും തന്നിട്ടില്ല. നശിപ്പിച്ച്. പക്ഷെ കൂട്ടപ്പായി കൊടുത്ത വാവയുടെ കാര്യം എപ്പോഴും പറയും. അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ഒരു ഉടുപ്പൊക്കെ മേടിച്ചിട്ടാ പോന്നേക്കുന്നത്. ഓ, എന്നെ സമ്മതിക്കണം. എന്നാ അതിങ്ങേട്. ആ വാവ ഇങ്ങ് കൊണ്ടുപോവാ. എന്നാ ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവരാവേ. മാമനെ ഇടിയിപ്പിച്ച് തരാടാ. അച്ചച്ചച്ച മടിയിലിരുത്തി ഇടിയിപ്പിച്ച് തരാടാ. അച്ചച്ചച്ച. ദാണ്ട. അയ്യോ, കുഞ്ഞു വാവ. ഏത് വാവ? ഇതാ ഇവിടുത്തെ വാവ. നീ പൊക്കോടാ മോനെ, ഇങ്ങേര് ചുമ്മാ ഉടായിപ്പ. അപ്പോഴേ ധനപാല എനിക്കൊന്നുമില്ലടാ. അയ്യോ, അമ്മയ്ക്ക് ഉണ്ട്. ഞാൻ ദുബായിൽ വലിയ നിലയിലാ. 90,000 രൂപ ശമ്പളം, 20 നില ഫ്ലാറ്റിൽ താമസം, എന്റെ ദൈവമേ. പിന്നെ 3 കാറുണ്ട് സ്വന്തമായിട്ട്. ആഹാ. അയ്യോ, ഇത് ആരോടേലും ഒന്ന് പറയണം. എടീ കേട്ടോടി, 90. ഓ, നിന്നോട് എന്നാത്തിനാടി ഈ പറയുന്നേ? എടി ഷിഞ്ചു, മഞ്ജു, എടി ബിന്ദിയേ, നിമ്മിയേ, കേട്ടോ, ഇതെന്റെ മോന്റെ കൂട്ടുകാരനാ. 90,000 രൂപ ശമ്പളം, 3 കാറുണ്ട്, 20 നിലേ താമസിക്കുന്നെന്ന്. എന്റെ പൊന്നുമോനെ, സന്തോഷം കേട്ടോ, സന്തോഷം. ആ പിന്നെ അമ്മേ, സുഖമൊക്കെ ആണോ? ഒന്നും പറയണ്ട മോനെ. ആ, എന്നാ ഒന്നും പറയണ്ട. അങ്ങനെ പറയരുത്. കള്ളക്കരച്ചില്, കളവിട കള്ളക്കരച്ചില്. ഓടി എന്റെ മോനെ, അവൻ അയക്കുന്നതിന്നേ എനിക്ക് ശകലം ബീഡി അല്ലല്ല കുഴമ്പ് മേടിക്കാൻ പോലും 10 പൈസ തരത്തില്ല ഇവള്. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അതിന് തന്നെ അമ്മേ, ഞാൻ തരത്തില്ല പൈസ. അമ്മ നല്ല എണ്ണയും കുഴമ്പും ഒക്കെ മേടിച്ചു പരട്ടി ഉഷാറായിട്ടിരിക്കണം. ഒരു 2 കൊല്ലത്തേക്ക് മേടിച്ചു വെച്ചോ. എന്നാ ഞാൻ പൊക്കോട്ടെ. ആ മൊമ്പൊക്കോ. പോയിട്ട് ഇച്ചിരി തിരക്കുണ്ടേ. എടീ നീ ഇത് കാണടി, എനിക്ക് എണ്ണയും കുഴമ്പും മേടിക്കാൻ എന്റെ പൊന്നുമോൻ തന്ന പൈസ. ആ, മേടിച്ചു വെച്ചോ, എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ പൈസ. എനിക്ക് 2 വർഷത്തേക്ക് തന്നേക്കുന്നതാ. നീ ഇത് നോക്കടി. ധനപാലോ, എന്തോ ഇങ്ങ് വന്നേ. നിനക്ക് എത്ര രൂപയാ ശമ്പളം? 90,000. 20 നിലയുടെ മേളി താമസം. അറബിയുടെ കീഴ് ജോലി. റിസർവ് ബാങ്കിൽ എടുക്കൂടാ ഈ പൈസ. ഓർഡർ ഈ വഴിക്ക് മേലെ കണ്ടുപോരുത്. ഒട്ടകം കടിക്കൂടാ നിന്നെയൊക്കെ. ആ കാശിനങ്ങ് ഗൾഫിൽ പോകാറുന്നല്ലോ. ശാപത്തി കുത്താതടി. ഇതല്ലായിരുന്നല്ലോ ധനപാലം വന്നപ്പോഴ്. അങ്ങനെ പറയാതെടി. അങ്ങോട്ട് മാറി നിക്ക. എടി അത്രയ്ക്ക് അങ്ങ് നെഗ്ലിക്കാതെടി. നല്ല പണവും പാരമ്പര്യമുള്ള തറവാടാടി എന്റേത്. ആ, കണ്ടാലും പറയും തറയാന്ന്. തോമസ് ലിഹ നേരിട്ട് മാമോദിസ മുഖ്യ ബ്രാഹ്മണ കുടുംബമാടി ഞങ്ങളുടെ. അയ്യോ, ഞാൻ ആദ്യം കാണുവാണേ ഈ കോലത്തിലൊരു ബ്രാഹ്മണിയെ. ആഹാ, അത്രയ്ക്കായോടി. അതെ, അവിടെ നിർത്തിപ്പോയി. ഇതിന്റെ ബാക്കിയേ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയാടി. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ കപ്പിയാരെ, അത് എന്റെ ഡയലോഗ് അല്ലേടോ. അച്ഛൻ ലാഗായി, അപ്പൊ ഞാനങ്ങ് കേറി പിടിച്ചതാ. ആ, താനങ്ങനെ ഇപ്പം കേറി പിടിക്കണ്ട കേട്ടോ. ഹെഡ് ഇരിക്കുമ്പം ടെയിലാടണ്ട. ഓ, ആ, ഞാൻ ഈ ഇടവകയില് ജോയിൻ ചെയ്തിട്ട് ആദ്യമായി പങ്കെടുക്കുന്ന ചടങ്ങാ. നിങ്ങളുടെയൊക്കെ പേരെന്നാ? അച്ഛാ ഞാന് റോസ്മേരി. അങ്ങനല്ലച്ചാ, ശരിക്കുള്ളവര് ഒറോദേന്ന്. ആഹാ, അപ്പൊ നിന്റെ പേരോ? എന്റെ പേര് അന്ന. സ്വഭാവം വെറും പന്ന. ഓ, നിർത്ത്. അച്ഛൻ, ഞാൻ ഗീവർഗീസ്, ഇവിടെ അടുത്തുള്ളതാ. എന്നതാ അച്ഛന്റെ പേര്? എന്റെ പേര് മിന്റുമോൻ. എന്റെ പൊന്നച്ചോ, അച്ഛന്റെ ഈ രൂപവും ഈ ഭാവവും ഒക്കെ കണ്ടപ്പം വല്ല ഫ്രാൻസിസോ അലക്സാണ്ടറോ മിനിമം ഒരു ടോമി എങ്കിലും പ്രതീക്ഷിച്ചു. നിന്റെ പൊന്നച്ചാ. പൊറോതേമച്ചിയെ, കൺട്രോൾ യുവർ സെൽഫ്. എല്ലാരും എത്തിയെങ്കില് നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം.
ഒരുവിധം എല്ലാവരും എത്തിയച്ചോ. പിന്നെ നമ്മുടെ കൈക്കാരൻ എത്തിയിട്ടില്ല. ആ അങ്ങേര് കൈക്കാരൻ മാത്രമല്ല, വരുന്ന പെരുന്നാളിന്റെ പ്രതിസന്ധിയും കൂടാ. ഓ എന്റെ വല്യമ്മേ, പ്രസിദ്ധേന്തി. അങ്ങേർക്കൊരു വലിയ കുഴപ്പമുണ്ട്. ആ അതെന്താ? ഏത് പരിപാടിക്കും ഏറ്റവും താമസിച്ചേ എത്തത്തുള്ളൂ. അങ്ങേരെ നോക്കണ്ടാച്ചാ, ഇപ്പോഴെങ്ങും വരികയല്ല. എങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം. ആരാ പാടുന്നേ? ഞാൻ പാടാവേ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരേ. ചേട്ടത്തി ഇങ്ങ് വന്നേ, ഇക്കരെ നിന്നാ മതിയേ. എന്റെ മോൻ നന്നായി പാടുവച്ചാ. അവനെ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ അവനെ പള്ളിക്കോയറിൽ എടുക്കണേ അച്ഛാ. എന്നാ മോനെ ഇങ്ങ് വിളിക്കേ, അച്ഛൻ കേക്കട്ടെ പാട്ട്. ഡാ മോനെ, ഇങ്ങ് വാടാ. വരുന്ന ദുഃഖവെള്ളിയാഴ്ച പാടാൻ കമ്പോസ് ചെയ്ത പാട്ടൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. കുനുകുന കുത്തി കുനുകുന കുത്തി. കുനുകുന കുത്തി കുനുകുന കുത്തി കുനുകുന കുത്തി. കുനുകുന കുത്തി നിർത്തേ. ഇതുപോലത്തേത് പാടിക്കൊണ്ട് അങ്ങോട്ടെങ്ങാനും വന്ന നിന്നെ ഞാൻ കുനുകുന കുത്തും. അതൊക്കെ പോട്ടെ, നീ നന്നായി പഠിക്കുവോ? മിടുക്കനാ. ഔവ്വ, കഴിഞ്ഞ വേദോള പരീക്ഷയ്ക്ക് എഴുതിയതാ ആദാമിന്റെ മകന്റെ പേര് അബു. ചുമ്മാ പറയല്ലേ അമ്മച്ചി. എന്നോട് പറഞ്ഞതാന്നേ പേപ്പർ നോക്കിയ കന്യാകുസൃതി. എന്റെ ഈശോയെ, ഞാൻ ഈ ഇടവകയിൽ എത്തിയിട്ട് വളരെ കുറച്ചു നാളെ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി. ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. തളരരുത് അച്ഛാ, തളരരുത്. ഞാൻ വന്ന ദിവസം തന്നെ ഒരുത്തൻ എന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നായിരുന്നേ. ഇമാതിരി ഒരു കുമ്പസാരം എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. 2 ദിവസമാണേ പനിച്ചു കിടന്നത്. ആ വന്നല്ലോ വനമാല. അല്ല നമ്മുടെ കൈക്കാരൻ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ താമസിച്ചില്ലല്ലോ. അച്ചോ, അച്ഛനുണ്ടല്ലോ അച്ഛാ. ഈ ഇടവകയുടെ ഭാഗ്യവാ, ഭാഗ്യം. ചുമ്മാ ഊഞ്ഞാലാട്ടല്ലേ കൈക്കാരാ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. നിങ്ങൾക്കറിയാമോ, ഇതിനു മുമ്പത്തെ അച്ഛൻ തരട്ടെ തരട്ടെ എന്നും പറഞ്ഞ് എന്നും എന്നെ വരട്ടുമായിരുന്നു. ഈ അച്ഛൻ അങ്ങനൊന്നും അല്ല, എനിക്കറിയാം. പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഈ തങ്കപ്പെട്ട പൊന്നും കുടം പോലത്തെ ഈ അച്ഛന്റെ അടുത്ത് ആദ്യമായി കുമ്പസാരിക്കാനുള്ള ഭാഗ്യം. എന്നതാ കാര്യം? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എല്ലായിടത്തും താമസിച്ചു വരുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിയേട്ടാ. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ പള്ളിയിൽ പതിവായി വരാറുണ്ടോ? ഞാൻ എന്നും വരുന്നതാച്ചാ. ദേ ഇവളുണ്ടല്ലോ, മഹാമടിച്ചിയാ, പോകത്തില്ല. അതെന്താ എന്നെ? അതച്ഛാ, കൊറോണയുടെ സമയത്തെ ഓൺലൈൻ കുർബാനയായിരുന്നല്ലോ. ഇപ്പൊ അതങ്ങ് ശീലായിപ്പോയി. പക്ഷേ കുർബാന കൈക്കൊള്ളാൻ പറ്റത്തില്ല. അയ്യോ, അതിനെന്നാ, ഇവിടെ നാക്ക് നീട്ടി അങ്ങ് നിന്നാ മതി. ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. നാളെ തൊട്ട് പള്ളിയിൽ വന്നോണം, കൊച്ചിനെയും കൂട്ടി. അത് മാത്രമല്ല, സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്. പിന്നെ ഒറോദയോട് എന്നും പള്ളിയിൽ പോകുന്നതൊക്കെ നല്ല കാര്യം. പക്ഷേ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഒന്ന് കുറയ്ക്കണം. എന്നാലേ തമ്പുരാൻ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അച്ഛാ, ഒരു സംശയം. ആ എന്നാ? ഈയിടെ കുർബാനക്രമമൊക്കെ മാറ്റം വരുത്തിയായിരുന്നല്ലോ. ആ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അച്ഛാ? പഴയ പോലെയൊക്കെ അങ്ങ് പോരായിരുന്നോ? ഓരോ പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ. ഗീവർഗീസിന്റെ ഫോണൊന്ന് കാണിച്ചേ. ഇത് ഏതാ മോഡല്? ഇതോ,
ഇത് ഐഫോൺ 14 Pro Max. അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നോ? പിന്നെ അതൊക്കെ അങ്ങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നിന്റെ ഈ ഇട്ടാൽ പൊട്ടുന്ന ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് നിനക്ക് പ്രധാനമാണെങ്കിലേ ഏറ്റവും വിശിഷ്ട പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന അപ്ഡേറ്റ് ചെയ്യുന്നത് സഭയ്ക്ക് പ്രധാനമായിരുന്നു കേട്ടോ. പിന്നെ മോനെ, മറ്റു വിഷയങ്ങൾ മാത്രമല്ല, വേദപാഠവും നന്നായി പഠിക്കണം കേട്ടോ. വിശുദ്ധ മദർ തെരേസയെ പോലെ എല്ലാവരോടും കരുണയും അനുകമ്പയും ഉള്ളവനായി മോൻ വളർന്നു വരണം. അതിന് നിങ്ങളൊക്കെ വേണം മാതൃക കാണിക്കാൻ. ശരി, ശരി അച്ഛാ. അച്ഛാ. എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ബാൻഡ് മേള പുറപ്പാട്, യേശുനാഥനുള്ള സ്തുതിപാട്, തിരിതെളിക്ക് മണിമുഴക്ക്, നമ്മളെല്ലാരും ഒന്നായി നേരുന്ന നാളാണ്.